ഹായ് വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ മുട്ട വെച്ച ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? ഇന്ന് നമ്മൾ മുട്ട വെച്ച് എല്ലാവരും ട്രൈ ചെയ്ത് പരാജയപ്പെടുന്ന ഡിഷാണ് സ്ക്രാമ്പിൾഡ് എഗ്സ്. അപ്പം അത് രണ്ട് മുട്ട വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്താ പറഞ്ഞാൽ ഓക്കെ ഡൺ 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 ഡൺ. നമ്മളെടുക്കുന്നത് 2 മുട്ടയാണ്. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ഇത് ഒരുമിച്ചിട്ട് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്താണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ആ കാണിച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫോർക്ക് വെച്ച് ബീറ്റ് ചെയ്യണം. അതാകുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്ററൊന്നും വേണ്ട, ചുമ്മാ ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ആവണം. നമ്മൾ ഈ എന്താ പറയുന്നത്, വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആയിട്ടിരിക്കരുത്, ഫുൾ മഞ്ഞയായിട്ടിരിക്കണം. അതാണ് ഇതിൻ്റെ ഒരു ടെക്നോളജി. ഫസ്റ്റ് ബേസിക് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാണാമല്ലോ, നോക്കുമ്പോൾ പറയാം, വെള്ളയായിട്ടും മഞ്ഞയായിട്ടും ഇരിക്കാതെ ഫുൾ സിംഗിൾ കളറായിട്ടിരിക്കണം. നമ്മൾ ഇത്തിരി കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇത്തിരി കുരുമുളകിൻ്റെ കളർ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നല്ല അത്യാവശ്യം നല്ലപോലെ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെന്താ ഉണ്ടാക്കാം? അപ്പോൾ നമുക്ക് ആദ്യം ഗ്യാസ് ഓണാക്കാം. എങ്ങനെയാണോ ഞെക്കണം? ഓക്കെ, അപ്പം നമുക്ക് ഇപ്പം അതിനകത്ത് ഇച്ചിരി ഇത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ അപ്പച്ചട്ടി എടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രാമ്പിൾഡ് എഗ്ഗിന് എപ്പോഴും ഇതാണ് നല്ലത്. എന്ന് വെച്ചാൽ നമുക്ക് ആ വേവുന്ന ഭാഗം അനുസരിച്ച് സൈഡിലോട്ട് മാറ്റി കൊടുക്കാൻ എപ്പോഴും അപ്പച്ചട്ടി പോലത്തെ ആണെങ്കിൽ നല്ലതാണ്. നോൺ സ്റ്റിക്ക് എടുക്കണം എപ്പോഴും കേട്ടോ, എങ്കിലേ നമുക്ക് ആ ഒരു കറക്റ്റ് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം ബട്ടർ യൂസ് ചെയ്യുവാണെങ്കിൽ എപ്പോഴും നന്നായിരിക്കും എന്നാണ് എൻ്റെ കുക്കിംഗ് എക്സ്പീരിയൻസിൽ നിന്നുള്ള ഒരു ചെറിയ ഉപദേശം. ബട്ടർ തേച്ചു. ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചക്കര. ഓക്കെ, സൈഡ് പിടിച്ചോ നിറകോട്ട് ഒഴിക്കട്ടെ. ഓക്കെ, തീ ഇച്ചിരി കുറച്ചിട്ടേ ആദ്യം, അല്ലെങ്കിലേ പെട്ടെന്ന് നമുക്ക് കുക്കായി. ഇത് സ്ലോ ആയിട്ട് കുക്ക് ചെയ്യേണ്ട ഒരു ഐറ്റമാണ് കേട്ടത്, സ്ക്രാമ്പിൾഡ് എഗ്സ് എന്ന് പറയാം. ഓക്കെ, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ സൈഡ് നിങ്ങൾ വെന്തത് കണ്ടു കാണുമല്ലോ, ഇതിങ്ങനെ നമ്മൾ സൈഡിലോട്ട് മാറ്റി കൊടുക്കണം. ഇത് നിങ്ങൾക്കൊരു വേവ് പരുവം ഉണ്ടാവും. എല്ലാ സ്ക്രാമ്പിളിലേക്കും എല്ലാവർക്കും ഓരോ പരുവം ഉണ്ടാവും വേവിന്. ആ പരുവം അനുസരിച്ചാണ് ഇത് നമ്മൾ എടുക്കേണ്ടത്. നമുക്കിത് ലൈറ്റായിട്ടൊന്ന് ഇതൊരു ഹാഫിൽ മടക്കി വെക്കുക. ഇപ്പം നമുക്കൊരു ഈ സൈഡ് കണ്ടാൽ അറിയാം, ഇതിൻ്റെ ഈ സൈഡ് കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ സാധിക്കും അകത്ത് എന്തോരം ഫ്ലഫി ആൻഡ് ടേസ്റ്റി ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്ക്രാമ്പിൾഡ് എഗ് എന്ന് പറയുന്ന പരിപാടി വളരെ സിമ്പിളാണ് ബട്ട് ടേസ്റ്റിയുമാണ്. നമുക്ക് കഴിച്ചു നോക്കിയാലോ? ഓക്കെ, നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്രാമ്പിൾഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നമുക്ക് മുറിക്കുമ്പോൾ കാണാം, കണ്ടോ, ഇതിനകം നല്ല സോഫ്റ്റാണ്, അതായത് പാതി വേവിൽ നിൽക്കുകയാണ്, എന്നാൽ നല്ല ഫ്ലഫിയാണ്. ഇത് നിങ്ങൾക്ക് സൈഡിൽ കണ്ടാലും അറിയാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് ഡിഷാണ്, നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.